മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുകയാണ് മലയാളിയായ നിവേദ തോമസ്. മികച്ച നടിക്കുള്ള തെലങ്കാന സംസ്ഥാന പുരസ്കാരമാണ് നിവേദയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിൽ ജയറാമിൻ്റെയും ഗോപികയുടെയും മകളായി വന്ന നിവേദയ്ക്ക് മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം 35 എന്ന ചിന്നക്കഥ കാതു എന്ന തെലുങ്ക് സിനിമയിലെ അഭിനയ മികവിനാണ് നിവേദയ്ക്ക് മികച്ച നടിക്കുള്ള തെലുങ്കാന സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മലയാളത്തിലും തെലുങ്കിലുമായി അനവധി സിനിമകളിൽ അവർ നായികയായി. കുഞ്ചാക്കോ ബോബനും ജയസൂര്യയ്ക്കുമൊപ്പം അഭിനയിച്ച എന്താടാ സജി ആയിരുന്നു ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ ചെയ്ത ചിത്രം. ജില്ലയിലും വിജയ്ക്കൊപ്പം മോഹൻലാലിനൊപ്പം രജനികാന്തിനൊപ്പം ദർബാറിലും മികച്ച വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു നിവേദയ്ക്ക്. ഒരേ സമയം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാലതാരമായിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന അവാർഡ് ലഭിച്ചു. കണ്ണൂര് ഇരിട്ടിയിലെ എടൂർ ആണ് നിവേദയുടെ കുടുംബത്തിൻ്റെ വേരുകളെങ്കിലും അവർ ജനിച്ചത് ചെന്നൈയിലാണ്. ആർക്കിടെക്ചറായിരുന്നു ബിരുദം നേടിയ നിവേദ പഠനത്തിന് സമാന്തരമായി അഭിനയ ജീവിതവും തുടർന്നു. സൺ ടിവിയിലെ മൈ ഡിയർ ഭൂതം എന്ന സീരിയലിലെ ബാലതാരമായി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രശസ്തിയിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ വെറുതെ ഒരു ഭാര്യയിൽ ജയറാമിൻ്റെ മകളായി വന്നു നിവേദ അസാമാന്യമായ പ്രകടനം കാഴ്ചവെച്ചു. മലയാളത്തിലെ കന്നി ചിത്രത്തിലൂടെ തന്നെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ചുവെങ്കിലും സുന്ദരി തന്നെ.